കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയാം ക്രിസ്മസ് സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയിട്ടൊന്ന് ഒരു അടിപൊളി ടൂട്ടി ഫ്രൂട്ടി കേക്കാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓവനോ ബീറ്ററോ മെഷറിംഗ് കപ്പോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ സിമ്പിളായിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതേപോലെ അളവുകളും കാര്യങ്ങളൊക്കെ ഇതേപോലെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ അതാ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഇതേപോലത്തെ ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ എല്ലാം അളന്നെടുക്കണത്. നമുക്ക് മെഷറിംഗ് കപ്പൊന്നും വേണ്ട. അപ്പോൾ ഇതേ കപ്പിൽ നമുക്കിതേ കപ്പല്ല ഗ്ലാസ്സിൽ നമുക്കിതേ ഒരു ഗ്ലാസ് മൈദ എടുക്കാം. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ഇതേ ഇങ്ങനെ വടിച്ചെടുത്തിട്ടുണ്ട്. കുത്തി നിറച്ചെടുക്കരുത് കേട്ടോ, ഒരു കറക്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് പറയണത്. ഇതേ പിന്നെ ഇതാ ഒരു അരിപ്പയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ട് ഞാൻ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പ്. ഇവയെല്ലാം ഇട്ടിട്ട് നമുക്കൊരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ എല്ലാ മിക്സും ഞാൻ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇതാ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെ ഞാനൊരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് മൈദ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയിൽ ജസ്റ്റ് ഒന്ന് മൈദ ഒന്ന് കൂട്ടി ചെയ്തെടുക്കാം. ഇതോടെ മാറ്റി വയ്ക്കാം. അതാ നമ്മൾ മൈദ എടുത്ത അതേ ഗ്ലാസ്സിൽ നമ്മൾ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. മിക്സിയുടെ ജാറിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതാ പഞ്ചസാര നന്നായി പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്ക് 2ആയിട്ട് വേർതിരിക്കണം. അപ്പോൾ ഇതാ മുട്ടയുടെ മഞ്ഞയും വെള്ളം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സി ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെയ്താൽ മതി. നമുക്കിപ്പോൾ വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം നന്നായി പതച്ചെടുക്കണം. കൈയൊക്കെ കുറച്ച് വേദന എടുക്കും കേട്ടോ. അപ്പോൾ പാത്രം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെരിച്ച് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതേ ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വാനില എസൻസൊക്കെ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. മൊത്തം ഒരുമിച്ച് ഇടരുത്, കുറേശ്ശെ എടുത്തിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ കുറച്ച് എടുത്തിട്ട് ബീറ്റ് ചെയ്യാണ്. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ടില്ലെങ്കിൽ എല്ലാം കൂടി ഇടുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് ഞാൻ ഒരുമിച്ചിട്ടു കേട്ടോ. നന്നായി പതപ്പിച്ചെടുക്കണം. കൈയൊക്കെ കുറച്ച് വേദന എടുക്കും. അപ്പോൾ വേദന എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാത്രം പിടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആവും കേട്ടോ. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതാ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അങ്ങോട്ട് ഫുള്ളായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ആക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയും എല്ലാ സാധനങ്ങളും ഒരിച്ചൊരു പാത്രത്തിൽ വെച്ചിട്ടില്ലേ, അത് കുറേശ്ശെ ആയിട്ട് ഇളക്കി ഒന്ന് ദേ മുട്ടയുടെ ഇതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇളക്കണം കേട്ടോ. ആകെ അങ്ങോട്ട് ഇളക്കി മറിക്കരുത്. പിന്നെ നിങ്ങൾ മൈദ ഇടുമ്പോൾ മൊത്തം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം ഇട്ടതിന് ഇളക്കി ഇങ്ങനെ ഫുള്ള് ഇതുപോലെ ആയതിന് ശേഷം പിന്നെ ഒരു 2-3 ട്രിപ്പായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും കേക്ക് സെറ്റാവും, ഫ്ലോപ്പ് ആവില്ല, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് നമ്മളിതുപോലെ എല്ലാം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം മിക്സ് ആയതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇടാൻ പാടുള്ളൂ കേട്ടോ.
അപ്പോൾ അതാ എല്ലാം മൈദയും കൂടിയിട്ട് ഞാൻ ദേ മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ അതാ എല്ലാം കൂടി ആയപ്പോൾ കണ്ടില്ലേ നമ്മളൊരു റിബണിൻ്റെ ഒരു ടൈപ്പ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരണം കേട്ടോ ശരിക്ക്. അപ്പോൾ അതാ ഫുൾ സെറ്റായിട്ടുണ്ട്. എല്ലാ മൈദയും മിക്സ് ചെയ്തിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ഇല്ലേ, അത് ഞാൻ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മൊത്തം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളറ് ടൂട്ടി ഫ്രൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ പല കളർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് അല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ റെഡ് കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ദേ ഒരു കേക്കിൻ്റെ ട്രൈ എടുത്തിട്ടുണ്ട്. ഒരു നിങ്ങൾക്ക് ചോറും പാത്രത്തിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ദേ ഒരു ചെറിയ ടിന്നുള്ള കാരണം ടിന്നിലെടുത്തിട്ടുണ്ട്. നമ്മൾ വട്ട പാത്രമൊക്കെ സ്റ്റീലിൻ്റെയൊക്കെ ഉണ്ടാവില്ലേ, അതിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ദേ ഇതിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും തട്ടി കൊടുക്കണം. പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഞാനിങ്ങനെ ഇതുപോലെ മൈദയിട്ട് തട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അതുപോലെ നിങ്ങൾ ഏത് പാത്രം എടുക്കായാലും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ട് കേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അതിന് ശേഷം ദേ നമ്മുടെ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ആവി കയറ്റാൻ വെക്കണത്. ഓവനോ ഒന്നും ഇല്ല. നമ്മൾ സാധാരണ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ബാറ്റർ കേട്ടോ. കണ്ട, അപ്പം ഞാനതെല്ലാം മൊത്തം ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ബബിൾസ് വരും. അപ്പോൾ ബബിളൊക്കെ ഒന്ന് പൊട്ടി പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ഒന്ന് തട്ടി കൊടുക്കണത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താലും മതി. അപ്പോഴും എയർ ബബിൾസ് ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ മൊത്തമായിട്ടൊന്ന് തട്ടി കൊടുക്കേണ്ടത്. തട്ടുമ്പോൾ തന്നെ കണ്ട ബബിൾസ് വന്ന് മുകളിൽ വന്ന് പൊട്ടണത്. അപ്പോൾ ഇതെന്തായാലും ചെയ്തോളൂ, അല്ലെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഇങ്ങനെ ചെറിയ ബബിൾസ് വന്ന് കഴിയുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി ചെമ്പ് ചൂടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇഡ്ഡലി ചെമ്പിൻ്റെ അടിയിൽ വെള്ളം ഒന്നുമില്ല കേട്ടോ, വെറുതെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തേക്കണു. അതിൻ്റെ മുകളിൽ ഇതേപോലെ കേക്ക് വെച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, വെള്ളം വേറെ ഒന്നും ഇടണ്ട, ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മൊബൈലൊന്നും ഇങ്ങനെ ജസ്റ്റ് പിടിച്ചേക്കാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട് വെന്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല മണം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെന്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുത്തി നോക്കുകയാണ്. അപ്പോൾ ഈ സൈഡ് ഭാഗമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെൻട്രൽ ഭാഗത്ത് ആയിട്ടില്ല, ചെറിയ ഒരു ഒട്ടിപ്പിടുത്തം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും കൂടി മൂടി വെച്ചു കേട്ടോ. പിന്നെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. കേക്ക് എല്ലാ ഭാഗത്തേക്കും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെൻറ്റർ ഭാഗം തന്നെ കുത്തി നോക്കിയിട്ടോ, ഇനി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കണ്ട, അപ്പോൾ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. അപ്പോൾ കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് പുറത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടവൽ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി കേക്ക് നമ്മൾ കത്തിയോണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ ആക്കിയാൽ മാത്രമാണ് കേട്ടോ കിട്ടല്ലേ. കറക്റ്റായിട്ടൊന്നും ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുകയല്ലേ. നല്ല ഹൈറ്റ് വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന രീതിയിൽ അളവുകൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോവില്ല കേട്ടോ. അപ്പോൾ കേക്ക് കണ്ട നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് തന്നെയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, വീഴാനൊന്നും ഒരു പ്രയാസമില്ല. പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വീണ് കിട്ടിയിട്ടുണ്ട്. നല്ല ഹൈറ്റ് കിട്ടിയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് സ്പഞ്ചായിരുന്നു. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ട, നല്ല പണ്ടത്തെയൊക്കെ ഒരു ടീ കേക്കില്ലേ, അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കേക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാട്ടോ. നമ്മൾ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ പണ്ടത്തെയൊക്കെ ടീ കേക്ക് കിട്ടില്ലേ, അതുപോലെ ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നന്നായിട്ട് കണ്ട, കത്തിയൊക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാനൊക്കെ പറ്റുമായിരിക്കും. നല്ല സോഫ്റ്റ്, ചെറിയൊരു ചൂടും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ക്ഷമ ഞങ്ങൾക്ക് കെട്ടു വേഗം മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ക്രിസ്മസിന് എല്ലാവരും ഇതുപോലൊരു കേക്ക് വീട്ടിലുള്ള സാധനങ്ങളും വീട്ടിലുള്ള ഇതും വെച്ച് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.